നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 19-കാരനായ ബ്രസീലിയൻ യുവ സൂപ്പർ താരം വിക്ടർ റോക്ക് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബാഴ്സലോണയിലേക്ക് എത്തിയതെങ്കിലും അവിടെ കാര്യങ്ങൾ അത്രയങ്ങ് ശരിയായില്ല. പിന്നെ അദ്ദേഹം ഇപ്പോൾ ലോണിൽ റയൽ ബെറ്റീസിലാണുള്ളത്. റയൽ ബെറ്റീസിൽ നിന്ന് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ബ്രസീലിയൻ വമ്പന്മാർ ശ്രമിക്കുന്നു. അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൽ താരത്തെ കളിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമെന്ന് പറയുന്നത് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയാണ്. ഗ്ലോബോയുടെ റിപ്പോർട്ടാണ്. പാൽമിറാസ് വിക്ടർ റോക്കിനെ ക്ലബ്ബ് വേൾഡ് കപ്പിന് വേണ്ടി സൈനിങ് നടത്താൻ ഇൻട്രസ്റ്റഡ് ആണ്. പാൽമിറാസ് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമാണ് എന്ന കാര്യം കൂടി ഓർക്കുക. സോ സ്റ്റിൽ ആ ഒരു ഗ്യാപ്പ്, അവർക്ക് നല്ലൊരു സ്ട്രൈക്കറെ വേണം. അതിനുവേണ്ടി വിക്ടർ റോക്കിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പാൽമിറാസ് ഉള്ളത് എന്ന് ഗ്ലോബ് പറയുമ്പോൾ അതിലൊരു സംശയമുള്ളത്, ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ ജാലകമൊക്കെ അടഞ്ഞല്ലോ, ഇനിയിപ്പോൾ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും താരത്തെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് ട്രാൻസ്ഫർ ജാലകം തുറക്കും. ജൂൺ 2 മുതൽ ജൂൺ 10 വരെ നടക്കുന്ന ട്രാൻസ്ഫറുകളിലൂടെ ടീമിലേക്ക് എത്തുന്ന താരങ്ങൾക്ക് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാമെന്ന് ഫിഫ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഇപ്പോൾ എന്തായാലും പാൽമിറാസ് ഉള്ളത്. നേരത്തെ അത്ലറ്റിക്കോ പാരനീസിൽ നിന്നാണ് FC ബാഴ്സലോണയിലേക്ക് താരം ചേക്കേറിയിരുന്നത്. ബാഴ്സലോണയിൽ നിന്ന് പക്ഷേ അത്ര മികച്ച പ്രകടനം അദ്ദേഹത്തിന് നടത്താനുള്ള അവസരമൊന്നും അവർ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ചാവി ഹെർണാണ്ടസ് കൊടുത്തില്ല. അതിനെ തുടർന്നാണ് റയൽ ബെറ്റീസിലേക്ക് അദ്ദേഹം ഈ സീസണിൻ്റെ തുടക്കത്തിൽ ചേക്കേറിയിരുന്നത്. അവിടെ പോയിട്ട് ഇപ്പോൾ 9 ഗോളുകളുമായിട്ട് റയൽ ബെറ്റീസിൻ്റെ ഈ സീസണിലെ സെക്കൻഡ് ടോപ്പ് സ്കോററാണ് വിക്ടർ റോക്ക്. ഏതായാലും അദ്ദേഹം നാട്ടിലേക്ക് തന്നെ തിരികെ എത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് ഓൾറെഡി ചോദിച്ചുകൊണ്ട് പാൽമിറാസ് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട്. ഒരു പക്ഷേ തിരികെ എത്തി അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യത തുറക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിൻ്റെ അടുത്ത നമ്പർ 9 എന്ന രൂപത്തിലൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടയാളാണ്. പക്ഷേ ബാഴ്സയിൽ നിന്ന് ആ രൂപത്തിലുള്ളൊരു പ്രോഗ്രസ് ഇല്ലാതെയായപ്പോൾ കരിയർ താഴേക്കാണ്. തിരികെ പിടിക്കണമെങ്കിൽ വീണ്ടും ബ്രസീലിയൻ ലീഗിലേക്ക് അദ്ദേഹം എത്തുമോ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.